ഡിവോഴ്സ് റേറ്റ് പ്രൊപ്പോർഷണൽ ടു ബാഡ് കിഡ്സ് ഇൻ ദ സൊസൈറ്റി, ഈ ടോപ്പിക്കിലാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഡിവോഴ്സിൻ്റെ ട്രെൻഡ് ഇന്ന് കേരളത്തിൽ കൂടി വരികയാണ്. അപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ സൊസൈറ്റിക്ക് ദോഷമാണ് ചെയ്യുന്നത്, അല്ലെ ഡിവോഴ്സ് ഡേഞ്ചറസ് തന്നെയാണ് സൊസൈറ്റിക്ക്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡിവോഴ്സിനെ എതിർത്ത് സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഒരുപാട് സിംഗിൾ മദേഴ്സും സിംഗിൾ ഫാദേഴ്സും ഒക്കെ വന്നിട്ട് എന്നോട് തർക്കിക്കാറുണ്ട്. എനിക്ക് 2 കുട്ടികളുണ്ട്, അവർ നല്ല കിഡ്സാണ്, അവർ അടിപൊളിയാണ്, അവർ സൂപ്പറാണ്, അതോടൊപ്പം തന്നെ ഞാനും ഹാപ്പിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അവിടെയുള്ള ഒരു അപകടം എന്ന് പറയുന്നത്, നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ സിംഗിളായാണ് നിങ്ങളോടൊപ്പം ജീവിക്കുന്നത്. അവർ മറ്റൊരു കുടുംബജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴായിരിക്കും പലപ്പോഴും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പോലും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നത്? നമ്മൾ ആ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുമ്പോൾ കുറേ കുട്ടികൾ ഗ്യാങ്ങായി പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവൻ കഞ്ചാവാണ്, അവൻ എന്താണ് മയക്കുമരുന്നാണ് എന്നൊക്കെ പറയാറുണ്ട്. 3 ആൺകുട്ടികളോടൊപ്പം ഒരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, അവർ ഗ്രൂപ്പ് 6 പോവുകയാണ്, അല്ലെ അങ്ങനെ രീതിയിലേക്ക്, അങ്ങനെ ആ പെൺകുട്ടി മോശം പെൺകുട്ടിയാണെന്നൊക്കെ പറയാറുണ്ട്. അല്ല എങ്കിൽ 3 പെൺകുട്ടികളോടൊപ്പം ഒരു ആൺകുട്ടിയെ കാണുമ്പോൾ അതും നമ്മൾ മോശമായി ചിത്രീകരിക്കാറുണ്ട്. ഇവരുടെയൊക്കെ ചൈൽഡ്ഹുഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവർ 2 പേരിൽ ആർക്കെങ്കിലും അവരുടെ ബാല്യത്തിൽ അച്ഛൻ്റെ സ്നേഹമോ അമ്മയുടെ സ്നേഹമോ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഈ 3 ആൺകുട്ടികളോടൊപ്പം പോകുന്ന പെൺകുട്ടി തേടുന്നത് എപ്പോഴും അച്ഛൻ്റെ സ്നേഹമാണ്. അതോടൊപ്പം തന്നെ 3 പെൺകുട്ടികളോടൊപ്പം ഇരിക്കുന്ന ആൺകുട്ടിയും അവൻ തേടുന്നത് അവൻ്റെ അമ്മയെ തന്നെയാണ്. ഇത്തരത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും സമൂഹത്തിൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ ട്രെൻഡാക്കിയ മാതാപിതാക്കളാണ്. വളരെ ബ്രൂട്ടലായിട്ട് മറ്റുള്ളവരോട് ഇടപെടുന്ന ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അയാളുടെ ഹിസ്റ്ററി അന്വേഷിച്ച് പോകുമ്പോൾ, അയാളുടെ പേരൻറ്റിങ് അന്വേഷിച്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ഭൂതകാലം അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അയാളുടെ വീട്ടിലെ അച്ഛൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു. വളരെ ബ്രൂട്ടലായിട്ട് മറ്റുള്ളവരെയൊക്കെ അടക്കി ഭരിച്ച് അവർക്ക് വോയിസ് കൊടുക്കാതെ നിയന്ത്രിച്ച് വളർത്തിയൊരു കുട്ടിയായിരിക്കും. ഇത് കണ്ട് വളരുന്ന ഒരു കുട്ടി അവൻ പാകപ്പെടുന്നത് എങ്ങനെയാണ്? അതായത് ഈ അടിച്ചമർത്തൽ നോർമലാണെന്നാണ് അവന് ഫീൽ ചെയ്യുന്നത്. പിന്നീട് അവൻ സമൂഹത്തിലേക്ക് വരുമ്പോൾ അവൻ എന്താണ്, മറ്റെല്ലാവരും എൻ്റെ ഇംഗിതത്തിന്, എൻ്റെ ആശയ്ക്ക്, എൻ്റെ ആഗ്രഹത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണെന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും അവൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ആ ഒരു സ്വഭാവമായിരിക്കും അവൻ മറ്റുള്ളവരിലേക്കും കാണിക്കുന്നത്. വളരെ കുത്തഴിഞ്ഞ ഒരു ജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബാക്ക് ഹിസ്റ്ററി നമ്മളെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് അവളുടെ പിന്നിൽ വളരെ പ്രൊഫഷണലായി വീട് നോക്കാത്ത, അല്ലെങ്കിൽ അടിമത്തത്തിൽ കഴിഞ്ഞ ഒരമ്മയുണ്ടായിരിക്കും. ആ അമ്മയിൽ നിന്ന് കിട്ടാത്ത സംരക്ഷണം, പരിലാളന, സ്നേഹം, ഇവയോടുള്ള എല്ലാം പ്രതിഷേധമായിരിക്കും പിന്നീട് ആ പെൺകുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതം. സത്യം പറഞ്ഞാൽ ഇവർക്ക് ആർക്കും വേണ്ടത് സെക്സ് അല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഇവരെല്ലാം ആഗ്രഹിക്കുന്നത്, അതായത് കുറച്ച് നേരത്തേക്കെങ്കിലും, അല്ലെ മൊമെൻ്ററി ആയിട്ട് എങ്കിലും, അതായത് ഞാൻ കാശ് കൊടുക്കുമ്പോഴെങ്കിലും എന്നെ സ്നേഹിക്കുകയും എന്നെ വാലിഡേറ്റ് ചെയ്യുകയും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവരെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവരൊരിക്കലും സെക്സ് അല്ല ആഗ്രഹിക്കുന്നത്. ഈ വാലിഡേഷനും ഈ സ്നേഹവും ഈ കരുതലും ഒക്കെയാണ് അവരും ആഗ്രഹിക്കുന്നത്. ഞാനെന്ന വ്യക്തിക്ക് മറ്റൊരാൾ നൽകുന്ന വില അതെങ്ങനെയും കിട്ടണമെന്നുള്ള ഒരു തീവ്രമായ ഒരു ആഗ്രഹം കൂടിയാണ് ഈ കുട്ടികളിൽ ജനിക്കുന്നത്. അല്ല എങ്കിൽ ഇത്തരം പ്രവർത്തികളിലേക്ക് അവരെ പോകാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള കുട്ടികളെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് ഇന്നത്തെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഡൈവോഴ്സ് റേറ്റിനും സെപ്പറേഷനും ഒക്കെ വളരെ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൈവോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ, കുട്ടികളുണ്ട് എങ്കിൽ ആ ഒരു ഡൈവോഴ്സ് നിങ്ങളുടെ ജീവന് വലിയ പ്രശ്നമുണ്ടാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു 10 തവണയെങ്കിലും റീതിങ്ക് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.